അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഫൽ ഗർളു മിൻ വളിഇൽ മുഖദ്ദിമത്തി. മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി മുഖദ്ദിമനെ വെച്ചതിനാലുള്ളതായ താല്പര്യം ഏതിവിടെ പറഞ്ഞില്ലേ. അതായത് രണ്ടാമത്തെ മക്കാല ഖളിയയെ സംബന്ധിച്ചും അതിൻ്റെ അഹ്കാമിനെ സംബന്ധിച്ചുമാണ് എന്നിട്ട് പറഞ്ഞ് അതിൽ ഒരു മുഖദ്ദിമയും 3 ഫസലുണ്ട്. അപ്പം മുഖദ്ദിമ ഖളിയൻ്റെ താരീഫിനെയും അവ്വലിയായ അക്സാമിനെയും ചർച്ച ചെയ്യലാണ് എന്ന് പറഞ്ഞു. അപ്പം ആ മുഖദ്ദിമൻ അങ്ങനെ പറഞ്ഞത് അവ്വലിയായ അക്സാം എന്ന് പറയുന്നത് അതിന് കാരണം എന്ത്? ഖളിയ എന്ന് പറയുമ്പം ആ ഖളിയക്ക് 2 രൂപത്തിലുള്ളതായ കിസ്മുകളുണ്ട്. അവ്വലിയായ കിസ്മുകളുണ്ട്, ഗൈർ അവ്വലിയായ കിസ്മുകളുണ്ട്. മനസ്സിലായ? ഇൻഷാ അല്ലാഹ് അതൊക്കെ വിശദീകരണം വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയാ, ഒരു ഖളിയ, ആ ഖളിയയിൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഷർത്തിയായ ഖളിയ, ഷർത്തിയ തന്നെ മുത്തസിലായ ഖളിയ, മുൻഫസിലായ ഖളിയ, അതൊന്നും ഈ മുസന്നിഫ് റഹ്മത്തുള്ളാഹി കൊണ്ടുവന്ന മുഖദ്ദിമയിൽ ബിദ്അത്ത് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം അല്ല. പിന്നെ എങ്ങനെ അത് ഈ പറയപ്പെട്ട ഖളിയനെ ഹംലിയായ ഖളിയ ഉണ്ടല്ലോ, ഈ ഹംലിയായ ഖളിയനെ പറയുമ്പം അതിലൂടെ ബിത്തബായിട്ട് ഉണ്ടായിത്തീരുന്ന ചില കിസ്മുകളാണ്. അപ്പം അതിനൊരു പ്രത്യേകമായ മുഖദ്ദിമ അവിടെ വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ മുഖദ്ദിമ കൊണ്ടുള്ള ഉദ്ദേശം അവ്വലിയായ കിസ്മുകൾ പറയലാണ്. മനസ്സിലായില്ലേ? അതാ പറയുന്നത് ഫൽ ഗർളു, ഉദ്ദേശമാകുന്നത്, മിൻ വളിഇൽ മുഖദ്ദിമത്തി, ഈ ഇവിടെയുള്ള മുഖദ്ദിമനെ വെച്ചത് കൊണ്ടുള്ളതായ ഉദ്ദേശം, ദിക്റുൽ അഖ്സാമിൽ അവ്വലിയ, അവ്വലിയായ കിസ്മുകൾ എന്ത് ചെയ്യുക, പറയാം. അവ്വലിയായ കിസ്മുകളെ പറയാം. ഏത് അവ്വലിയായ കിസ്മുകള്? ഐ അഖ്സാമിൽ ഖളിയത്തി ബിദ്ദാത്തി, ബിദ്ദാത്ത് ഖളിയന്റെ കിസ്മുകളെ ചർച്ച ചെയ്യാം. പിന്നെ എന്തല്ല, ലാ അഖ്സാമിഹ, ഖളിയന്റെ കിസ്മുകളുടെ കിസ്മുകളെ പറ്റിയല്ല ചർച്ച ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതാ അതാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യാൻ പോണത്. ഇനി നമ്മൾ നോക്കാം. ഫൽ ഖളിയത്തു, ആകയാൽ ഖളിയ എന്ന് പറഞ്ഞാൽ കൗലുൻ, അതൊരു വാക്കാണ്, ഒരു കൗലാണ്, യസിഹ്, പറ്റുന്നതാണ്. ഇവിടെ വേറെ ചോദ്യമുണ്ട്. ഇവിടെ നമ്മുടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി യുഖാലു എന്ന് പറഞ്ഞില്ല, ഫൽ ഖളിയത്തു കൗലുൻ യസിഹു, ഫൽ ഖളിയത്തു കൗലുൻ യസിഹു എന്നാണ് എന്ത് ചെയ്തത്, പറഞ്ഞത്. പിന്നെന്തേ കൗലുൻ യുഖാലു എന്ന് എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. കാരണം എന്താണ്? ഖളിയ എന്ന് പറയുമ്പം ബിൽഫിയില് ഖളിയനെ സംബന്ധിച്ച്, ഒരു ഖളിയ പറയുന്ന ഒരാളെ സംബന്ധിച്ച് ബിൽഫിയില് സാദിഖെന്നോ കാദിബുന്നോ എന്ത് ചെയ്യൂല. മനസ്സിലായില്ലേ? ബിൽക്ക് പിന്നെ സാദിഖാണ്, അല്ലെങ്കിൽ ബിൽഫിയില് അല്ല, ബിൽഫിയില് ഒരു പിന്നെ ഖളീനെ പറയുന്ന ഒരാളെ സംബന്ധിച്ച് സാദിഖ് എന്നോ കാദിബോ എന്നോ എന്ത് ചെയ്യൂല, പറയില്ല. മനസ്സിലായില്ലേ? ആ, പിന്നെ വേറെ ഉണ്ട് ഇവിടെ. ഇവിടെ എന്ത് പറഞ്ഞില്ല, ഇവിടെ പിന്നെ ഈ കൗലുൻ, ആ കൗലുൻ എന്ന് പറഞ്ഞിടത്ത് കായിലുഹു സ്വാദിഖുൻ ഫീ ഔ കാദിബുൻ എന്നും എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. എന്തിനു വേണ്ടിയിട്ട്? ഭ്രാന്തന്മാരെ കൗലിനെയും ഉറങ്ങുന്നവരെ കൗലിനെയും ഒക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കാൻ വേണ്ടിയിട്ട്.
ഭ്രാന്തന്മാരെ കൗലും അതുപോലെ തന്നെ പിന്നെ ഉറങ്ങുന്നവരുടെ കൗലും. മനസ്സിലായില്ലേ? ഉറങ്ങുന്നവൻ എന്തെങ്കിലും കൗല് പറഞ്ഞാൽ സാധിക്കാത്തറിയോ? അറിയോ? ഇപ്പോൾ ഉറങ്ങുന്നവൻ പിന്നെ ഉറക്കത്തിൽ വിളിച്ച് പറയാണ്. മനസ്സിലായില്ലേ? അതായത് കോഴിക്കോട് തീ കത്തിക്കണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കോ? ഏ ഓൻ എന്തെല്ലാം വിളിച്ച് പറയും ഉറക്കിന്. അതാ. അപ്പൊ വൽ കലിയത്തു കലിയ എന്ന് പറഞ്ഞാൽ കൗലിൻ, അത് ഒരു കൗലാണ്. യസീഖു പറ്റും, അയ്യുക്കാല പറയപ്പെടാൻ പറ്റും. ഈ കായിലിഹി ആ കൗല് പറയുന്നതായ വ്യക്തിയെ സംബന്ധിച്ച് ഇന്നഹു സ്വാദിക്കും ഫീഹി ഓന് ആ പറയുന്ന കൗലില് സത്യം പറയുന്നവനാണ്, അല്ലെങ്കിൽ ഔ കാദിബുൻ ഓൻ കളവ് പറയുന്നവനാണ് എന്തെന്ത് ചെയ്യും പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു കൗലിനെ സംബന്ധിച്ചാണ് എന്തെന്ന് പറയാ കതിയ കതിയ എന്ന് പറയാം. എന്ന് വെച്ചാല് ഒരു കതിയയാവണമെങ്കിൽ അത് സിദിക്കിനുക്കും കിദിബിനുക്കും പറ്റണം. അപ്പോഴാണല്ലോ ആ കൗല് പറഞ്ഞവനെ സംബന്ധിച്ച് സാധിക്കുകയെന്നും അല്ലെങ്കിൽ ആ പറയുന്നതിനെ സംബന്ധിച്ച് കാദിബ് എന്നും പറയുള്ളൂ. മനസ്സിലായില്ലേ? ആകയാൽ ഫല കൗലു, ഈ കൗലു എന്ന് പറഞ്ഞാൽ ഹുവ അത്, വഹുവ ഫൽ കൗലു കൗല്, വഹുവ ലഫ്ദുന്നുണ്ട്. മനസ്സിലായ? ആയിക്കോട്ടെ, ഉണ്ടായിക്കോട്ടെ. അത് ഖബറ് ശേഷം വരുന്നുണ്ടല്ലോ. ഫൽ കൗലു കൗലാകുന്നത് ഏത് ശരി. ബഹുവ ഈ കൗല് എന്ന് പറഞ്ഞാലേ അൽ ലഫ്ദുൽ മുറക്കബു മുറക്കബായ കൗലാണ്. എന്തിനാൽ എവിടെ മുറക്കബായത്? ഫിൽ ഖദിയത്തിൽ മൽഫൂദത്തി മൽഫൂദായ ഖദിയയില്, അതുപോലെ തന്നെ അവിൽ മഫ്ഹൂമിൽ അഖ്ലിയി, അല്ല അങ്ങനെ തന്നെ മൽഫൂദായ ഖദിയയില്. കൗല് എന്ന് പറഞ്ഞാല് എന്താണ്? മുറക്കബായ ഒരു ലഫ്ദാണ്. അത് എവിടെ വരാ? ആ മുറക്കബായ ലഫ്ദ് മൽഫൂദായ ഖദിയയിലും വരാ, അല്ലെങ്കിൽ അവിൽ മഫ്ഹൂമിൽ അഖ്ലിയിൽ മുറക്കബി, അവിൽ മഫ്ഹൂമി അല്ലെങ്കിൽ ഒരു മഫ്ഹൂമിൽ വരാം. എങ്ങനത്തെ മഫ്ഹൂമാണ്? അൽ അഖ്ലിയി അഖ്ലിയായ മഫ്ഹൂം. എങ്ങനത്തെ അഖ്ലിയായ മഫ്ഹൂമാണ്? അൽ മുറക്കബി മുറക്കബായ. എവിടെ മുറക്കബായത്? ഈ ഖദിയത്തിൽ മഅഖൂലത്തി മഅഖൂലിയായ ഖദിയയിൽ. എന്താ ഇപ്പൊ പറഞ്ഞതെന്നറിയോ? കൗലി എന്ന് പറഞ്ഞാൽ ഒരു മുറക്കബായ ലഫ്ദ്. ഈ മുറക്കബായ ലഫ്ദ് രണ്ട് രൂപത്തിൽ വരാം. ഒന്ന് മൽഫൂദായ ഖദിയ. മൽഫൂദാകുമ്പോ ജാ സൈദുൻ, കതബ സൈദുൻ, റൈത്തു അമ്രൻ, അലംതു സൈദൻ അമ്രൻ ഫാദില. ഏയ് അതൊക്കെ ഒരു മൽഫൂദായ ഖദിയാണ്. അല്ലെങ്കിൽ എന്ത് പറയാം? അഖലിയായ മഫ്ഹൂമാണ്. അത് മഅഖൂലിയായ ഖദിയലുണ്ടാകും, നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടാകുന്നത്. ഏതായാലും ശരി, ഖദിയനെ സംബന്ധിച്ച് തഅരീഫ് പറഞ്ഞിടത്ത് പറഞ്ഞ കൗലി എന്നുള്ള ലഫ്ദ് അത് ജിൻസുൻ, അത് ജിൻസാണ്. കാരണം നമ്മൾ ഏതൊരു ഇസ്മിനക്കും തഅരീഫ് പറയുമ്പോൾ എങ്ങനെ പറയണം? താരീഫ് പറയുന്ന സമയത്ത് അതിൽ ജിൻസും വേണം, ഏതും വേണം, ഫസലും വേണം. ജിൻസും വേണം, ഫസലും വേണം. മനസ്സിലായ? അപ്പൊ അതിലുള്ള ജിൻസാണ് ഏത്? കൗല്. ആ കൗല് യഷ്മലു അത് ഉൾപ്പെടുത്തും അൽ അഖ്വാല താമ്മത താമായ കൗലുകളെയും ഉൾപ്പെടുത്തും, വൻ നാക്കിസത്തായ കൗലുകളെയും ഉൾപ്പെടുത്തും. അപ്പൊ കലിയ നാക്കിസായ കലി ഉണ്ടാവാം, അതുപോലെ തന്നെ താമായ കലിയയും ഉണ്ടാവാം. മനസ്സിലായില്ലേ? താമായ കൗലിനെയും അതുപോലെ തന്നെ നാക്കിസത്തായ കൗലിനെയും എന്ത് ചെയ്യുന്നതാണ്? അത് ഉൾപ്പെടുത്തുന്നതാണ്. കൗലുഹു എന്താ മുസന്നിഫിന്റെ കൗല്? യസിഹു അയ്യുക്കാലി കായിലിഹി ഇന്നഹു സാദിഖും ഫീഹി ഔ കാദിബുൻ എന്ന് പറഞ്ഞ കൗലുണ്ടല്ലോ, അത് ഫസ്ലുൻ, അത് ഫസ്ലാണ്. കാരണം ജിൻസ് പറഞ്ഞാൽ പിന്നെ എന്ത് പറയണം? ഫസ്ല് പറയണല്ലോ. അപ്പൊ അത് ഫസ്ലാണ്.
യുഹരിജു അത് പുറപ്പെടുവിക്കും. അൽ അക്വാലൻ നാക്കിസത്ത നാക്കിസായ കൗലുകൾ പുറപ്പെടുവിക്കും. നാക്കിസത്തായ കൗലുകൾ എന്ത് ചെയ്യും? അത് പുറപ്പെടുവിക്കും. ഏത്? കാരണം നാക്കിസത്തായ കൗലിനെ സംബന്ധിച്ച് അത് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് സാധിക്കുന്നോ കാതിബൂന്നോ എന്ത് ചെയ്യുമില്ല പറയാം. ഇപ്പൊ ഉലാമു സെയ്ദീൻ എന്ന് പറഞ്ഞു. ഉലാമു സെയ്ദീൻ എങ്കിൽ യദു സെയ്ദീൻ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ സെയ്ദിന്റെ കൈ എങ്കിൽ സെയ്ദിന്റെ അടിമ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഫായിദല്ല, താമല്ലല്ലോ. അത് നാക്കിസാണ്. തമാമിയത്ത് അത് പറഞ്ഞ ഒരാളെ സംബന്ധിച്ച് സാധിക്കുന്നോ അല്ലെങ്കിൽ കാതിബൂന്നോ എന്ത് ചെയ്യൂല, പറയില്ല. അപ്പൊ അതാ പറഞ്ഞത് ആ നാക്കിസായ കൗലുകൾ ഉൾപ്പെടുത്തും. വൽ ഇൻഷാഅത്തി ഇൻഷാകളെ ഇപ്പൊ യുദീബ് എന്ന് പറയാം, കുത്തുബ് എന്ന് പറയാം. ഇതൊക്കെ ഇൻഷാകളാണല്ലോ, മനസ്സിലായില്ലേ? കുല്ലഹ ഇവ എല്ലാറ്റിനെയും എന്താ പറഞ്ഞത്? യുഹരിജു അത് പുറപ്പെടുവിക്കൽ അക്വാലൻ നാഖിഷത വൽ ഇൻഷാഅത്തി കുല്ലഹ എല്ലാ ഇൻഷാകളെയും. എല്ലാ ഇൻഷാന്നാല് മിനൽ അംരി വൻ നഹ്യി വൽ ഇസ്തിഫ്ഹാമി വഗൈരിഹ. ഇതൊക്കെ ഏതിൽ പെട്ടതാണ്? ഇൻഷാഅത്ത് ഇൻഷാകളിൽ പെട്ടതാണ്. ശരി. അവൻ എന്ത് ചെയ്ത് കലിയന്റെ തരീഫ് അവിടെ പറഞ്ഞു നിർത്തി. ഇനി ചർച്ച. വയ്യ ഈ കലിയ എന്ന് പറഞ്ഞാൽ ഇമ്മ ഹംലിയത്ത്, അത് ഒരു പക്ഷേ ഹംലിയായ കലിയയാവും. ഒരു പക്ഷെ അത് ഏതാവും? ഹംലിയായ കലിയയാവും. കലിയ ഏതായിട്ട് വരാം? ഹംലിയായ കലിയായിട്ട് വരും. ഔ ഷർത്തിയത്തുൻ, അല്ലെങ്കിൽ ഷർത്തിയായ കലിയായിട്ട് വരും. ഒരു പക്ഷേ ഹംലിയായിട്ട് വരാം, അല്ലെങ്കിൽ എന്തായിട്ട് വരാം? ഷർത്തിയായിട്ട് വരാം. കാരണം എന്താണ്? ലി അന്നഹ തീർച്ചയായിട്ടും ഈ കലിയ ഇമ്മ അൻ ഇമ്മ അൻ ഇമ്മ ഇമ്മ ഇൻ തൻഹല്ല, ഒരു പക്ഷേ ഈ കലിയ എന്താവാ? ഹാലാവാ, ഹല്ലായിട്ട്, അതായത് അയിനി വരാം. മനസ്സിലായില്ല? ബി തെർഫൈ അതിന്റെ രണ്ട് തെർഫോട് കൂടിയിട്ട് ഇതാ മുഫറദൈനി രണ്ട് മുഫറദിലേക്ക്. എന്നുവെച്ചാൽ ഒരു കലിയനെ വേർതിരിക്കുമ്പോൾ എന്താവാ? അത് രണ്ട് മുഫറദായിട്ട് എന്ത് ചെയ്യുക? വേർതിരിഞ്ഞ് വരാം. ഔലം തൻഹല്ല, അല്ലെങ്കിൽ അതിന്റെ രണ്ട് തെർഫ് രണ്ട് മുഫറദിലേക്ക്. രണ്ട് തെർഫ് എന്ന് പറഞ്ഞാൽ മൗദൂഹും മഹ്മൂലും. രണ്ട് തെർഫ് രണ്ട് മുഫറദിലേക്ക് എന്താവൂല, പിന്നെ വേർതിരിഞ്ഞ് വരൂല. ഒരു പക്ഷെ വേർതിരിഞ്ഞ് വരും, അല്ലെങ്കിൽ എന്ത് ചെയ്യൂല, വേർതിരിഞ്ഞ് വരൂല. എന്നാ തെർഫൽ കദിയത്തി, മനസ്സിലായില്ലേ? അവൻ വേർതിരിഞ്ഞ് വരികയാണെങ്കിൽ അപ്പൊ അത് ഓക്കെ, ഹംജിയായ കഥയാണ്, അല്ലെങ്കിൽ ഷർത്തിയായ കഥയാണ്. എന്നാ തെർഫൽ കദിയത്തി, ഒരു കദിയന്റെ രണ്ട് തെർഫ്. ഒരു കദിയക്ക് രണ്ട് തെർഫ് ആണല്ലോ. കുമ ഏതാ രണ്ട് തെർഫ്? മഹ്കൂമലിയാണ്, ഒന്ന് മഹ്കൂംബിയാണ്. അതുപോലെ മൗദൂന്നും പറയും, മഹ്മൂദെന്നും പറയും. അപ്പൊ ഇനി വേറെ ചോദ്യം. മായന ഇൻഹിലാലിഹ, ഒരു കവിയ ഹല്ലാകുക എന്ന് പറഞ്ഞില്ലേ, ഇൻഹിലാലാകുക എന്ന് പറഞ്ഞില്ലേ. എന്താണ് അതിന്റെ മായന? അതിന്റെ മായന എന്താ? അൻ തുഹദഫൽ അദവാത്തു, അദാത്തുക്കൾ എന്ത് ചെയ്യുക? കളയപ്പെടുക. എങ്ങനത്തെ അദാത്തുക്കളാണ്? അദ്ദാല്ലത്തു അറിയിക്കുന്നതായ അലർത്തിബാത്തി അഹദിഹിമാ ബില്ലാഹരി, ഒന്നിനിക്ക് മറ്റൊന്നുമായി ബന്ധമുണ്ട് എന്നതിൻ്റെ മേലിൽ അറിയിക്കുന്ന അദാത്തുക്കൾ എന്ത് ചെയ്യുക? കളയ. മനസ്സിലായില്ലേ? ആ, അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്? ഫൈദ ഹദഫിന, അങ്ങനെ നമ്മൾ കളഞ്ഞു. പിന്നെ കലിയത്തി ഒരു കലിയിൽ നിന്ന് ഒരു ലഫുദിനെ ഏതൊല്ലു ആ ലഫുദ് അറിയിക്കും. അതല്ല ഇർത്തിബാത്തിൽ ഹുക്കുമി, ഹുക്കുമിയായ ഇർത്തിബാത്ത്. എന്ത് ഹുക്കുമിയായ ഇർത്തിബാത്ത് എന്ന് പറഞ്ഞാൽ മഹമൂലും മൗദൂവും മഹമൂലിനെ മൗദൂയിലേക്ക് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഹുക്കുമിയായ ബന്ധം. ഇപ്പൊ സെയ്ദും കായിമും എന്ന് പറഞ്ഞു. ഈ കായിമിനെ സെയ്ദിലേക്ക് ചേർക്കുമ്പോഴാണല്ലോ കിയാമു എന്നുള്ളത് സെയ്ദിനക്ക് സുബൂത്താക്കുക എന്നുള്ള വിഷയം ഉണ്ടായി തീരുന്നുള്ളൂ. ഇനി ഫൈൻഖാന തെർഫാഹ, ഒരു കലിയന്റെ രണ്ട് തെർഫ് ആയി, മുഫ്രദൈനി രണ്ട് മുഫ്രദായി.
അപ്പൊ എനിക്ക് ഹംലിയത്തുൻ എന്ന് പറയും. ഇമ്മ മൂജബത്തുൻ, ഒരു പക്ഷെ അത് മൂജബയാവും. എപ്പോഴാണ് മൂജബ എന്ന് പറയാ? ഇൻ ഹുക്മ ഫീ, അതിൽ ഹുക്മ ചെയ്യപ്പെടുകയാണെങ്കിൽ ബി അന്ന അഹദുഹുമ വൽ ആഖറു, ഒന്ന് മറ്റേതാണ് എന്ന് പറയാം. ഏതുപോലെ? എന്ന് ഹുക്മ ചെയ്യപ്പെട്ടാൽ, ഇത് രണ്ടെണ്ണത്തിൽപ്പെട്ട ഒന്ന് മറ്റേതാണെന്ന് പറയാ എന്ന് വെച്ചാൽ ഒന്നിനെ മറ്റേതിലേക്ക് എന്ത് ചെയ്യുക? ഹുക്മ ചെയ്യുക. ഒന്ന് മഹക്കൂമാകുക, മഹക്കൂം ബി ആകുക, മറ്റൊന്ന് മഹക്കൂമ് അലൈഹിയാകുക. ഇതുപോലൊക്കെ കൗലിന സെയ്ദുൻ ഹുവ ആലിമുൻ. കേട്ടോ, അവിടെ ചെയ്ത് മഹക്കൂം അലൈഹിയാണ്, ആലിമുൻ എന്നുള്ള മഹക്കൂം ബിഹി ആണ്. ഹുവ എന്നുള്ളത് ഹുക്മിയായ റാബിത്തയുടെ മേൽ അറിയിക്കുന്ന പദമാണ്. ആ പദത്തിന് നമ്മൾ ഹുവൻ അങ്ങോട്ട് കളഞ്ഞു നിൽക്കുക. അപ്പൊ നമ്മളെന്താവും? സെയ്ദും ആലിമുമായി മാറിയില്ലേ? വൈമ്മ സാലിബത്തിന്, അതൊരു പച്ച സാലിബയാവും. സാലിബാൻ എങ്ങനെ? നുക്കിമ ഫിയ ബി അന്ന അഹദഹുമ ലൈസ ഹുവൽ ആഖർ. കണ്ടില്ലേ? കൗലിന സെയ്ദുൻ ലൈസ ഹുവ ബി ആലിമിൻ, സെയ്ദ് ആലിമല്ല. ഇനി നമ്മൾ എന്ത് ചെയ്ത്? ഫൈദ ഫൈന ഇദാ ഹദഫിന, ഇനി നമ്മൾ കളഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്ത്? കളഞ്ഞു. ലഫ്ദത്തെ ഹുവ, ഹുവ എന്നുള്ള ലഫ്ദി നമ്മൾ എന്ത് ചെയ്ത്? കളഞ്ഞു. എങ്ങനത്തെ ഹുവ എന്നുള്ള ലഫ്ദാണ്? ദാല്ലത്ത, അറിയിക്കുന്നതായ, അത് നിസബിൽ ഈജാബിയത്ത്, ഈജാബിയായ നിസ്ബയുടെ മേലിൽ അറിയിക്കുന്നതായ ലഫ്ദി നമ്മൾ എന്ത് ചെയ്ത്? കളഞ്ഞു. ഏതിൽ നിന്ന്? മിനൽ കദിയത്തിലൂല, ഒന്നാമത്തെ കദിയ. ഒന്നാമത്തെ കദിയ ഏതാ? സെയ്ദുൻ ഹുവ ആലിം എന്ന് പറഞ്ഞില്ലേ? സെയ്ദുൻ ആലിം എന്ന് പറഞ്ഞില്ലേ? അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത്? കളഞ്ഞു. പിന്നെ വലൈസ ഹുവ, അപ്പോൾ ആ കദിയ അതാവൂല. ഇവിടെ ഫൈദ ഹദഫിന ലഫ്ദത്തെ ഹുവ അദ്ദാല്ലത അല നിസബിൽ ഈജാബിയത്തി മിനൽ ഖദിയത്തിൽ ലൂല. അതേപോലെ ലൈസ ഹുവ, ഈ ലൈസ ഹുവയെയും കളഞ്ഞു. എങ്ങനത്തെ ലൈസ ഹുവയാണ്? അദ്ദാല്ലത അല നിസബ നിസ്ബത്തിൽ സൽബിയത്തി മിനൽ ഖദിയത്തി സാനിയത്തി, രണ്ടാമത്തെ ഖദിയയിൽ നിന്ന് സൽബിയായ നിസ്ബന്റെ മേൽ അറിയിക്കുന്ന ലൈസ ഹുവനിന്റെ ഇത് കളഞ്ഞു. അബന്ധ വാക്യായി ബഖിയ സയ്യിദുൻ വ ആലിമുൻ. കണ്ടാ, അത് മുജബയായാലും സാലിബായാലും ഒക്കെ അങ്ങനെ തന്നെ. ഓഹുമാ മുഫറദാനി. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ കഥിയ അംജിയായ കഥയാന്ന് ഉറപ്പായി. ഇനി വൈലം യക്കുൻ തൊർഫാഹ മുഫറദൈനി, രണ്ട് തെർഫ് മുഫറദായില്ല. അപ്പം വയ്യ ഷർത്തിയത്തിന് ഷർത്തിയാവും, മുഫറദല്ലാന്ന ജുംലയായി വന്നൂന്ന്. ഇൻകാനത്തിൽ ഷംസു താരിയത്തും വന്നഹാറ് മോജൂദിൻ, അവിടെ ഇൻകാനത്തിനെ കളഞ്ഞു കഴിഞ്ഞാൽ എന്താവും? ഇന്നിനെ കണ്ട് കളഞ്ഞാൽ എന്താവും? കാനത്തി ഷംസു താരിയത്തെന്നായി, മറ്റേതോ അന്നഹാറ് മൗജൂദുൻ എന്നായി. അവ രണ്ടും ജുംലായിട്ടാ വരിക മുത്തസിലാവുമ്പോൾ. വൈമായക്കൂൻ അതല്ല, അതൊരു സൗജൻ നൗ ഫർദ. കണ്ട, മുഫസിലാവുമ്പോൾ ഫൈനോ ഇതാ ഹദഫിന അദവാത്തിൽ ഇത്തിസാലി, ഇത്തിസാലിന്റെ അദാത്തി നമ്മൾ കളഞ്ഞു. വൈ അതേതാണ്? കെലിമത്തു ഇൻ. അതുപോലെ ഫായിനെയും നമ്മൾ കളഞ്ഞാൽ ബക്കിയ അശംസു ത്വാരിയത്തുൻ വന്നഹാറ് മൗജൂദും ബാക്കിയായി. ഉഹുമ, അവ രണ്ടും ജയ്സാബി മുഫറദൈനി, രണ്ടും മുഫറദല്ലല്ലോ, ജുംലല്ലേ. വകദാലിക, എന്നാൽ ഇപ്രകാരം തന്നെയാണ്. ഇതാ ഹദഫിന അദവാത്തിൽ ഇനാദി, ഇനാദിന്റെ മേൽ അറിയിക്കുന്ന അദാത്തുകളെ കളഞ്ഞു മുൻഫസിലാവുമ്പോ. വയ്യാതെ ഇമ്മയാണ്, മനസ്സിലായില്ലേ? ഔ എന്നുള്ളതാണ് ബക്കിയ. അപ്പൊ അവിടെ ബാക്കിയാവും ആദല്ലാതത് സൗജൻ, വഹാദല്ലാതത് ഫർദുൻ. ബഹുമ ഐവൻ ലൈസാബി മുഫറദൈനി, മുഫറദല്ല എങ്കിൽ. അവന് വേറെ ചോദ്യം. ഫൈൻ കുൽത്തരി, ചോദിച്ചാല് കൗലുന, നമ്മുടെ വാക്കൽ ഹയവാനും നാത്തിക്കും എന്തൊക്കെയോ ബിനഖിലി കദമൈ. ഹയവാനും നാത്തിക്ക് എന്ന് പറഞ്ഞാല് ഓന്റെ രണ്ട് ചെരുപ്പടിക്കാലിനെ ചരിപ്പിക്കൽ കൊണ്ടുപോകാൻ ചരിക്കും. ഇത് കവിയാണല്ലോ. അല്ല ഹയവാനും നാത്തിക്കു എന്തൊക്കെയോ ബിനഖിലി കദമൈ. അതേപോലെ കൗലുന സെയ്ദുൻ ആലിമി യുലാദുഹു സെയ്ദുൻ ലൈസ ബി ആലിമി, അതൊരു കൗലാണ്. സെയ്ദുൻ ആലിമി എന്നുള്ളത് അതിനോട് എതിരാവും സെയ്ദുൻ ലൈസ ബി ആലിമി. വകൗലുന അശംസു താരിയത്തുൻ യൽസമുഹു നഹാറു മൗജൂദ്. ഹംലിയാത്ത് ഇതൊക്കെ ഹംലിയല്ലേ.
പക്ഷെ മാന അത്തുറാഫ എങ്കിലും അതിന്റെ തെറുഫുകൾ ജയ്സത്ത് മുഫറദാത്തി മുഫറദാത്ത്. കാരണം എന്താ, ഒന്ന് ഷംസ് താരിയത്താണെന്നാണ്, ഒന്ന് നഹാറ് മൗജൂദാണെന്നാണ്, ഒന്ന് സെയ്ദ് ആര്യമാണ്, ഒന്ന് സെയ്ദ് ആര്യമല്ല. കണ്ട, ആ രണ്ട് തെറുപ്പും മുഫറദായില്ല. അപ്പൊ വന്തക്കഥ താരീഫാനി, അപ്പൊ രണ്ട് താരീഫും എന്ത് ചെയ്ത് പൊളിഞ്ഞു പോയി. തെർദം വ അക്സ, തെർദ നിലക്കും അക്സ നിലക്കും. അത് ജാമ്യു ആകുന്നില്ല, മാനിയും ആകുന്നില്ല. പറയുന്നത് മനസ്സിലായില്ലേ? അല്ല അയവാനും നാത്തിക്ക് എന്തൊക്കെ ബിനക്കില് കഥമയി എന്ന് പറഞ്ഞു. എന്തൊക്കെ കഥമയി? അത് ഹംലിയായ കഥയാണ്. ഹംലിയാ കഥയാണ്, അത് ഷർത്തിയാ കഥയൊന്നല്ലല്ലോ. നിങ്ങൾ പറഞ്ഞ ഹംലിയാ കഥയാണ് മുഫറദിലേക്ക് ആലാവൂല, ഇത് ജുംലയിലേക്കല്ല ആലാകുക. അപ്പം നിങ്ങൾ പറഞ്ഞ തരീബ് ഏത് പെട്ടിയില്ല? ഈ പറഞ്ഞ ഉദാഹരണം പെട്ടിയില്ലല്ലോ. ഫനക്കൂലു, അപ്പൊ നമ്മൾ അതിന് മറുപടി പറയും. അൽ മുറാദു ബിൽ മുഫ്രദി, മുഫ്രദ് കൊണ്ടുള്ള ഉദ്ദേശം ഇമ്മൽ മുഫ്രദു ബിൽ ഫീലി വ ഇമ്മൽ അവിൽ മുഫ്രദു ബിൽ കൂവ. ഒരുപക്ഷെ ബിൽഫീൽ മുഫറദായാൽ മതി, അല്ലെങ്കിൽ ബിൽക്കൂബ മുഫറദായാൽ മതി. ഈ പറഞ്ഞത് ബിൽഫീൽ മുഫറദ് അല്ലെങ്കിൽ ബിൽക്കൂബ അത് മുഫറദ. അതേതാ ബിൽക്കൂബ മുഫറദ് എന്ന് പറഞ്ഞാൽ അല്ലതി യുംകിനു, സൗകര്യപ്പെടും. അബ്ബറ അൻഹു, അതിനെ തൊട്ട് ഇബാറത്തിടപ്പെടാൻ കഴിയും. എങ്ങനെ? ബിലഫുദിൻ മുഫ്രദിൻ, മുഫ്രദായ ഒരു ലഫ്ദ് കൊണ്ടിട്ട്. പറഞ്ഞ മനസ്സിലായില്ല? ഒരു മുഫ്രദായ ലഫ്ദ് കൊണ്ടിട്ട് എന്ത് ചെയ്യുക? അവിടെ ഇബാറത്തിടാൻ കഴിയും. ഏതുപോലെ? ഉദാഹരണം പറ. ഹയവാനും നാത്തിക്ക് എന്തെങ്കിലും നക്കല് കഥമൈഹി എന്ന് പറഞ്ഞു. നാത്തിക്കായ ഹയവാന് മനസ്സിലായില്ലേ, ഓൻ ചെരുപ്പടിക്കാരൻ എന്ത് ചെയ്യും? നീക്കും. ഓൻ ചെരുപ്പടിക്കാരൻ എന്ത് ചെയ്യും? നീക്കുന്നവനാണ്. മനസ്സിലായില്ലേ? ഹയവാൻ നാത്തിക്ക് ചെരുപ്പടിക്കാരൻ നീക്കുന്നവനാണ് എന്നെന്ത് ചെയ്യാം? മുഫറദ് കൊണ്ട് എന്ത് ചെയ്യുകയാണ്? തവീൽ ചെയ്യാൻ കഴിയും. വൈലം തെക്കും മുഫറദാത്തിൻ ബിൽ ഫീല്, ബിൽഫീൽ കൊണ്ടത് മുഫറദ് അല്ലെങ്കിലും യുംകിനു യുഅബ്ബറ അൻഹാ ബി അൽഫാദിൻ മുഫറദത്തി, മുഫറദത്തായ ലഫ്ദ് കൊണ്ട് എന്ത് ചെയ്യുക? അതിന് ഇബാറത്തിടപ്പെടാം. മുഫറദത്തായ ഇബാറത്ത് കൊണ്ട് എന്ത് ചെയ്യുക? ഇബാറത്തിടപ്പെടാം. നീ മുഫറദത്തായ ഇബാറത്ത് ലഫ്ദ് ഏതാണ്? ആ ചർച്ച അതിന് ശേഷം വരുന്നത് കേട്ടോ. അവിടെ നിന്നോട്ടെ.